സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ വിവിധ മതങ്ങളുള്ളത് കൊണ്ട് തന്നെ വിവിധ ഉത്സവങ്ങളും ആചാരങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. പെരുന്നാൾ വരും, ക്രിസ്മസ് വരും, ഓണം വരും. ഇപ്പോൾ ഓണമാണ് വിഷയം. ഓണത്തിൽ സ്ത്രീകൾ മക്കന കുത്തി ഡാൻസ് കളിക്കുന്നു. അങ്ങനെ ഓരോ ആഘോഷങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ വിശ്വാസികളാണെന്ന് പറയുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ. എനിക്ക് എൻ്റേതായ വിശ്വാസങ്ങളുണ്ട്. അങ്ങനെ ഓരോ വ്യക്തികൾക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഒരു ആശയം, നമ്മളെ നരകത്തിലും സ്വർഗത്തിലൊക്കെ ആക്കുന്നത് വിശ്വാസപരമായിട്ട് വിശ്വസിക്കുന്നവർ, നരകവും സ്വർഗവും നമ്മളെ നിശ്ചയിക്കുന്നത് ആരാണ്? ദൈവമല്ലേ? അപ്പോൾ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നതുപോലെ ഇന്ന വിശ്വാസങ്ങളിലൂടെ മുന്നോട്ട് പോകണം. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാൻ ആഗ്രഹമുള്ളവർക്ക് മുന്നോട്ട് പോകാം. ഇനി ആ വിശ്വാസം ഇല്ലാതെ ജീവിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കാം. അവസാനം അയാൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്നൊക്കെ നിശ്ചയിക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല. ഞാനിതൊക്കെ പറയാൻ കാരണം ഒരുപാട് കമൻറ്റുകൾ കാണാം. ഏതെങ്കിലും മുസ്ലിം സ്ത്രീകൾ തന്നെ തട്ടമിട്ട് മക്കനെ കുത്തി ഡാൻസ് കളിക്കും, അവർ പാട്ടിന് നൃത്തം വെക്കും ഒക്കെ ചെയ്യുമ്പോൾ അടിയിൽ നീ നരകത്തിൻ്റെ അവകാശി അല്ലെങ്കിൽ നരകത്തിലെ വിറകും പുള്ളി എന്നുള്ള രീതിയിലൊക്കെ ഓരോരുത്തർ കമൻ്റ് ഇടുന്നതൊക്കെ കാണാം. അപ്പോൾ ഞാനും വിചാരിക്കും എന്തിനാണ് ഇങ്ങനെയൊക്കെ കമൻ്റ് ഇട്ടിട്ട് എന്നിങ്ങനെ ഞാൻ ആലോചിക്കുക. നരകത്തിൽ വിറകും കൊള്ളിയാണോ, പിന്നെ നരകത്തിൻ്റെ അവകാശിയാണോ എന്നൊക്കെ ഇങ്ങനെ ഈ കമൻ്റ് ഇടുന്ന ആളുകൾ വിശ്വാസികളാണെന്ന് പറയുന്നു. അവർക്കെന്ത് വിശ്വാസമാണ് അതിലൊക്കെ ഉള്ളത്? യഥാർത്ഥ വിശ്വാസികൾ അത് പറയേണ്ട കാര്യമില്ലല്ലോ, അത് അവരുടെ കയ്യിലുള്ള കാര്യമല്ല. വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ദൈവം അങ്ങനെ ആളുകളെ ഒരാളെ നരകത്തിലും സ്വർഗത്തിലൊക്കെ വേർതിരിച്ചാക്കാൻ പറ്റിയ ആളുകളൊന്നും ഭൂമിയിൽ പടച്ചു വിട്ടിട്ടില്ല എന്നാണ് ഞാൻ പഠിച്ച കാര്യങ്ങളിലുള്ളത്. ഇനി അങ്ങനെ ഉണ്ടോ എന്നുള്ളത് പറഞ്ഞ പോലെ പണ്ഡിതർ അഭിപ്രായം പറയട്ടെ, നമ്മളൊന്നും അതിനാളല്ല. ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നതാണ്. പിന്നെ ഒരാൾ അയാളുടെ വിശ്വാസപരമായിട്ട് ചിലപ്പോൾ അങ്ങനെ ഓണത്തിൽ പങ്കെടുക്കുക, ക്രിസ്തുമസിൽ ആഘോഷിച്ച അയാളുടെ വിശ്വാസപരമായിട്ട് അയാൾ നരകം കിട്ടുമെന്ന് വിശ്വസിച്ചിട്ട് അതിൽ പങ്കെടുത്തില്ലെങ്കിൽ വേണ്ട, അയാൾ പങ്കെടുക്കണ്ട. മറിച്ച് വേറൊരാൾ, അതായത് എന്നെപ്പോലെ ഒരാൾ അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളും ചിലപ്പോൾ വിശ്വസിക്കും അതൊരു മറ്റൊരു മതത്തിൻ്റെ ഒരു ആഘോഷമാണെങ്കിലും ഒരു മതസൗഹാർദ്ദവും നമ്മുടെ നാടിനും നല്ലതാണ്. പരസ്പരം മറ്റുള്ള സഹോദരന്മാർ, മുസ്ലിം സഹോദരന്മാർ അവരുടെ ഒരു ആഘോഷത്തിൽ അവരുടെ കൂടെ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കുന്നത് അത് ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എന്ന് ചിന്തിച്ച് പങ്കെടുക്കുമ്പോൾ, അപ്പോൾ ഈ പങ്കെടുക്കുന്ന ആളാണോ സ്വർഗത്തിൽ, പങ്കെടുക്കാത്ത ആളാണോ സ്വർഗത്തിൽ എന്നുള്ളതൊക്കെ ദൈവം തീരുമാനിക്കട്ടെ എന്ന് അപേക്ഷിക്കുന്നു. അത്ര മാത്രം പറഞ്ഞു നിർത്തുന്നു.